ഹായ് ഫ്രണ്ട്സ്, മാസ്മാനാണ്. അപ്പോൾ നിങ്ങൾ എൻക്വയറി ചെയ്ത പോലെ ലോ ബഡ്ജറ്റിൽ ആൾക്കാർക്ക്, അതായത് സാധാരണക്കാർ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഷോപ്പിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇയോൺസ് ഉണ്ട്, 800 അൾട്ടോ ഉണ്ട്, പിന്നെ സ്വിഫ്റ്റുകളുണ്ട്, പല വണ്ടികളുണ്ട്, ഒക്കെ ലോ ബഡ്ജറ്റിലാണ് കേട്ടോ. ഷോപ്പ് വേറൊന്നുമല്ല, ട്രൂ വേ യൂസ്ഡ് കാർസ്. ഇതുള്ളത് നമ്മളെ മങ്കടയാണ് കേട്ടോ. കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന വണ്ടി നമ്മളെ സാധാരണക്കാർക്ക് പറ്റിയ ഒരു ബഡ്ജറ്റിലുള്ള ഒരു അൾട്ടോ LX ആണ് കേട്ടോ. വണ്ടി കിടക്കുന്നത് 2011 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ ആയിട്ട് വെറും 75,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെന്യുവിൻ കിലോമീറ്റർ ആണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. KL 57D രജിസ്ട്രേഷനിൽ കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ. വണ്ടി കിടക്കുന്നത് നമ്മളെ ഷോപ്പിലുണ്ട്. അത്യാവശ്യം എക്സ്റ്റീരിയലൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓൾറെഡി ഈ ഷോപ്പിൽ എല്ലാ വെഹിക്കിൾസും സെക്കൻഡ് ഓണർ, സിംഗിൾ ഓണർ വണ്ടീസാണ് കേട്ടോ. കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇൻറ്റീരിയലാണെങ്കിലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. പിന്നെ ടയർ വരികയാണെങ്കിലും ടയർ ഏകദേശം ഒരു 60-70% ടയേഴ്സ് ഉണ്ട്. ഇൻറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻറ്റീരിയലൊന്ന് നോക്കി നോക്കാം. ഇൻറ്റീരിയൽ കുഴപ്പമില്ല. LX എന്ന് പറയുമ്പോൾ നമുക്ക് പവർ സ്റ്റിയറിംഗ് വരും, AC വരും കേട്ടോ. നമ്മൾ പവർ വിൻഡോ കാര്യങ്ങളൊന്നും വരില്ല. ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രീ ആയിട്ട്, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇതിൻ്റെ റേറ്റ് കിടക്കുന്നത്. 1,25,000 രൂപ മാത്രമാണ് കേട്ടോ ഈ വണ്ടി വരുന്നത്. അത് ഫൈനൽ പ്രൈസ് അല്ല. നമ്മളെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞു വന്നാൽ ഇവരെന്തെങ്കിലുമൊക്കെ ഒന്ന് ഡിസ്കൗണ്ടും ചെയ്ത് തരും കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഏകദേശം 50-60-70% ടയേഴ്സ് ഉണ്ട്. പിന്നെ ഇൻറ്റീരിയലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് എഞ്ചിൻ റൂം കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഇതാട്ടപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ വന്ന് ചില ഷോപ്പിലാണെങ്കിൽ നമ്മൾ എഞ്ചിൻ റൂമൊക്കെ നമുക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ചിലപ്പോൾ വാട്ടർ വാഷൊക്കെ ചെയ്ത് വയ്ക്കും. ഇതിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ അക്രോണും കാര്യങ്ങളൊക്കെ കേട്ടോ ഫ്രണ്ട്സ്. അക്രോണ് വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പരിക്കോ അല്ലെങ്കിൽ ഡാമേജോ അക്രോൺസ് വരുന്നില്ല. 2 അക്രോണും ഏകദേശം നീറ്റാണ്. പിന്നെ എഞ്ചിനാണെങ്കിലും പക്ക എഞ്ചിനാട്ടോ വരുന്നത്. 800cc എഞ്ചിന് അത്യാവശ്യം നല്ല എഞ്ചിനാണ് വരുന്നത്. നല്ല എഞ്ചിൻ ലൈഫുള്ള വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം ആമറോണിൻ്റെ നല്ലൊരു പുതിയ ബാറ്ററി വരുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ വണ്ടി ഓക്കെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോൾ വന്നിട്ട് വണ്ടി എൻക്വയറി ചെയ്തിട്ട് എടുത്തോളൂ. പിന്നെ പുറമേ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ട് വണ്ടി എടുത്താൽ മതി കേട്ടോ, ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ വിളിച്ചോളൂ. 1,25,000 ബഡ്ജറ്റ് വരുന്നത്. പക്ഷേ അത് ഫൈനൽ പ്രൈസ് അല്ല, എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് തരും കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് പരിചയപ്പെടുന്ന വണ്ടി നമുക്ക് ഏറ്റവും നല്ല എൻക്വയറീസ് ഉള്ളത്, അതുപോലെ തന്നെ നല്ല വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. നമ്മുടെ സ്വിഫ്റ്റ് VDI ആണ് വരുന്നത്. നമ്മളെ സ്വിഫ്റ്റിൻ്റെ VDI ആണ്, അതായത് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 2013-2014 രജിസ്ട്രേഷനാണ്. അതായത് വണ്ടി കിടക്കുന്നത് 2013 മാനുഫാക്ചറിങ് ആണ്. രജിസ്റ്റർ ഉള്ളത് 2014 ആണ് കേട്ടോ. ഓണർഷിപ്പ് വരുന്നത് 3rd ഓണർഷിപ്പാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ആകെപ്പാടെ കിലോമീറ്റർ ഓടിയത് 1,40,000 മാത്രം കേട്ടോ. അത് ജെനുവിൻ കിലോമീറ്റർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. വണ്ടി കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് വരുന്നത് VDI ഓപ്ഷനാണ്, അതായത് ഫുൾ ഓപ്ഷൻ്റെ താഴെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പിന്നെ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. പിന്നെ ഇതിലെന്താ വെച്ചാൽ 4 പുത്തൻ ടയേഴ്സ് ആട്ടോ. പുതുപുത്തൻ ടയേഴ്സാണ് ഈ വണ്ടിയിൽ ഫുള്ള് വരുന്നത്. പിന്നെ നമ്മളെ ZXi മോഡൽ പോലെ ഇതിന് അലോയ് വീൽസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അലോയ് വീൽസ് ZXiൻ്റെ പോലെ തന്നെ നമ്മൾ അലോയ് വീൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി എക്സ്റ്റേണലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനിൽ നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഡീസൽ എഞ്ചിനാണ്. ഏകദേശം നമുക്കൊരു 22-23 കിലോമീറ്റർ മൈലേജ് സുഖസുന്ദരമായിട്ട് കിട്ടുന്ന ഒരു വണ്ടിയാണ്. KL 40 JL രജിസ്ട്രേഷൻ കിടക്കുന്നത്. പൊതുവേ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന നല്ല അടിപൊളി വണ്ടിയാണ് സ്വിഫ്റ്റിലെ. ചിലപ്പോൾ നമുക്ക് വണ്ടി പലതും അവൈലബിൾ ആവും, പക്ഷേ നല്ല നീറ്റ് ആൻഡ് ക്ലീനുള്ള വണ്ടി വളരെ ചുരുക്കമാണ്. നമുക്ക് ഇൻറ്റീരിയറിലോട്ട് വരുമ്പോഴും അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ ലെതർ ഫിനിഷിലുള്ള ഒരു സീറ്റ് കവേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയൽ കുഴപ്പമില്ല, നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി വരുന്നത് 3rd ഓണർഷിപ്പാണ്. VDI വരുന്നത് 2013-14 മോഡലാട്ടോ. 1,40,000 കിലോമീറ്റർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചോദിക്കുന്ന പ്രൈസ് 3,60,000 ആണ്. അത് ഫൈനൽ പ്രൈസ് അല്ല, എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചോദിച്ചാൽ തരും കേട്ടോ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറയുകയാണെങ്കിൽ അവരെന്തെങ്കിലും ഒന്ന് ഡിസ്കൗണ്ട് ഷുവറായിട്ട് ചെയ്തു തരും. പിന്നെ ഇതിൽ ഏകദേശം ഫിനാൻസ് അവൈലബിൾ ആണ്. 2,00,000 മുതൽ 2.5 മുതൽ 3 ലക്ഷം വരെ ഫിനാൻസും അവൈലബിൾ ആണ് കേട്ടോ. ഫിനാൻസ് ഉള്ളത് പ്രൈവറ്റ് ഫിനാൻസ് ഉണ്ട്, എല്ലാ ബാങ്ക് ഫിനാൻസും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഫ്രണ്ട്സ്, ഇതാട്ടോ അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ എൻജിൻ റൂം വരുന്നത്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അക്രോണിൻ്റെ ഭാഗങ്ങൾ കണ്ടു തോന്നുന്നുണ്ട്. അക്രോണും കോട്ടിങ്ങോ കാര്യങ്ങൾക്കോ പ്രശ്നമൊന്നുമില്ല. വേറെ തട്ടമുട്ടോ കാര്യങ്ങളൊന്നുമില്ല.
ഈ സൈഡത്തെ അക്രോണും കാര്യങ്ങളും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. പിന്നെ ഇത് വരുന്നത് DDIS എഞ്ചിനാണ് വരുന്നത്, അതായത് ഡീസൽ എഞ്ചിനാണ്. 1.2 ലിറ്റർ കേട്ടോ. ഏകദേശം നല്ല പവർ ഉണ്ടാവും വണ്ടി, അതുപോലെ തന്നെ മൈലേജും ഉണ്ടാവും. പിന്നെ പുതിയൊരു ആമറോണിൻ്റെ ബാറ്ററി വന്നിട്ടുണ്ട്. വേറെ ഇവിടെ തന്നെ കേട്ടോ പേസിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല. വണ്ടി കുഴപ്പമില്ല കേട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. റെയർ പീസാണ്. സാധാരണ സ്വിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും എൻക്വയറി ഉള്ള വണ്ടിയാണ് കേട്ടോ. എല്ലാവർക്കും എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. എക്സ്റ്റേണലൊക്കെ ഒരു രക്ഷയില്ലേ, നമ്മളെ 4 അലോയ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതൊക്കെ പുതിയ ടയേഴ്സാണ് കേട്ടോ. വണ്ടിക്ക് 4 പുതുപുത്തൻ ടയേഴ്സാണ് ഡീസൽ എഞ്ചിന് വരുന്നത്. വീഡിയോയിൽ ക്ലിയറായി കാണുന്നുണ്ട് തോന്നുന്നുണ്ട്. 4 പുതുപുത്തൻ ടയേഴ്സാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് അടുത്തുള്ള വണ്ടി അൾട്ടോ 800 LXi ആണ് കേട്ടോ വരുന്നത്. വണ്ടി 2015 മോഡലാണ്. ഏകദേശം തേർഡ് ഓണർ ആയിട്ടുണ്ട്. ഏകദേശം 98,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ സെൻട്രൽ ലോക്കും സെക്കൻഡ് കീയും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഏകദേശം ഒരു ബ്ലാക്ക് അല്ല, ഒരു ഗ്രേ കളറാണ്, ഡാർക്ക് ഗ്രേ കളറാണ് ഫിനിഷിങ് വണ്ടി കിടക്കുന്നത്. ഏകദേശം 98,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ കാണാനും നീറ്റാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഇല്ല. KL65F വണ്ടി കിടക്കുന്നത്. നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ് കേട്ടോ, നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ്. പിന്നെ സാധാരണക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ. ഇത് നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഇതിൽ ഔട്ടർ മാർക്കറ്റായിട്ട് എക്സ്റ്റേണലായിട്ട് നമുക്ക് 4 അലോയ് വീൽസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം അലോയ് വീൽസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 10,000-15,000 റുപ്യ 20,000 റുപ്യ റേറ്റ് വരും. പിന്നെ അതുപോലെ തന്നെ വണ്ടിക്ക് 4 പുതുപുത്തൻ ടയേഴ്സാണ് കേട്ടോ. പുതുപുത്തൻ ടയേഴ്സ് കണ്ടോ, വീഡിയോയിൽ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. 4 ടയേഴ്സും ഇതുപോലെ പുതുപുത്തൻ ടയേഴ്സാണ്. വണ്ടി എക്സ്റ്റേണൽ വലിയ കുഴപ്പമില്ല കേട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ എല്ലാവരും എൻക്വയറി ചെയ്യുന്ന ഒരു അടിപൊളി കളറാണ്. വൈറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈറ്റിനോട് അതേപോലെ തന്നെ നിൽക്കുന്ന വണ്ടിയാണ്. AC പവർ സ്റ്റിയറിങ് ഒക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇന്ത്യയിലോട്ട് വരികയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് പുതിയ സീറ്റ് കവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിയറിങ്ങിലാണെങ്കിലും സീറ്റ് കവേഴ്സ് ആണെങ്കിലും നല്ല റെഡ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് കേട്ടോ വരുന്നത്. ഇന്ത്യയിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. AC കാര്യങ്ങൾ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ എക്സ്റ്റേണൽ പോലെ തന്നെ ഇന്ത്യയിൽ ഭയങ്കര നീറ്റാണ് കേട്ടോ. വണ്ടി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 800 നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് കേട്ടോ. വണ്ടി മൊത്തത്തിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഞാൻ എഞ്ചിൻ റൂം പാടെ വേഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാട്ടോ വണ്ടിയുടെ എഞ്ചിൻ റൂം കാര്യങ്ങൾ വരുന്നത്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല അടിപൊളി ഒരു 800 cc എഞ്ചിനാണ് കേട്ടോ വണ്ടി വരുന്നത്. അക്രോണ് കാര്യങ്ങൾ കണ്ടോ, പേസ്റ്റിങ് കാര്യങ്ങൾക്ക് പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല, തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആമറോണിൻ്റെ പുതിയ ബാറ്ററി വരുന്നുണ്ട്. നമ്മളെ എഞ്ചിന് ഇതാ കിടക്കുന്നത് 800 cc എഞ്ചിന്. 2 സൈഡ് അക്രോണും കാര്യങ്ങളും ഓക്കെയാണ്. വേറെ പേസിങ്ങോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ബോണസ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ഏകദേശം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ വണ്ടി. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 2,35,000 രൂപ മാത്രമാണ്. അത് ഫൈനൽ പ്രൈസ് അല്ല, എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയിൽ ഏകദേശം നമുക്കൊരു 2 മുതൽ 2.25 വരെ ലോണും അവൈലബിൾ ആണ് കേട്ടോ. ഫിനാൻസ് അവൈലബിൾ ആണ്. എല്ലാ ബാങ്കും ഫിനാൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഇൻഡസ്ഇൻഡ് ബാങ്ക് അവൈലബിൾ ആണ്. അതുപോലെ HDFC ബാങ്ക്, IDB ബാങ്ക്, പ്രൈവറ്റ് ഫിനാൻസ് വേണമെങ്കിൽ ആ പ്രൈവറ്റ് ഫിനാൻസും അവൈലബിൾ ആണ് കേട്ടോ. വണ്ടിക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പോൾ അടുത്ത് നമ്മൾ ഈ ഷോപ്പിലെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടിയാണ് കേട്ടോ. ഏറ്റവും വില കുറഞ്ഞ അൾട്ടോ LXi ആണ് കിടക്കുന്നത്. ഇത് 2011 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് കിടക്കുന്നത്. ഏകദേശം 75,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെന്യുവിൻ കിലോമീറ്ററാണ്. ഈ വണ്ടി ആകെ വരുന്നത് എന്താ വെച്ചാൽ മെയിൻ ഗ്ലാസ് ഒരു റീപ്ലേസ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അത് ആക്സിഡൻറ്റോ കാര്യങ്ങളോ പറ്റിയിട്ടൊന്നുമില്ല. ഞാൻ ഇന്ത്യയിലും അതുപോലെ തന്നെ എഞ്ചിൻ റൂമും കാണിച്ചു തരാം. പറഞ്ഞത് കല്ലടിച്ചിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്തതാണെന്ന് കേട്ടോ പറഞ്ഞത് മെയിൻ ഗ്ലാസ്. അപ്പോൾ ഇത് ബഡ്ജറ്റ് ഫ്രീ വണ്ടിയാണ്. ഒരു വൈറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ സാധാരണക്കാർ നമ്മൾ കൈ തെളിയാൻ വേണ്ടി എടുക്കുന്ന ഒരു വണ്ടിയാണ്. 800 പകരം ഇതേപോലെ അൾട്ടോ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ 2011 വെഹിക്കിൾ കിടക്കുന്നത്. സാധാരണ നമ്മൾ 2 വീലറിന് 4 വീലർക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണിത്. സോ നല്ല ബഡ്ജറ്റ് ഫ്രീയിലാണ് കേട്ടോ വണ്ടി കിടക്കുന്നത്. ഏകദേശം 98,000 മാത്രമാണ് റേറ്റ് വരുന്നത്. ഏകദേശം 98,000 എന്ന് പറയുമ്പോൾ അത് ഏകദേശം പൈസ നെഗോഷ്യബിൾ ആണ്. ഫൈനൽ പ്രൈസ് ഇവിടെ വന്ന് ഡിസ്കസ് ചെയ്താൽ വാങ്ങാവുന്നതാണ് കേട്ടോ. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ്മെൻറ്റ് ഉണ്ട്. ബാക്കി എക്സ്റ്റേണലിൽ യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും കാണാനില്ല. ഞാൻ പെട്ടെന്ന് ഇൻറ്റീരിയൽ ഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇൻറ്റീരിയലിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വണ്ടി AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്. ഇതിൽ നമുക്ക് പവർ വിൻഡോ ഉണ്ടാവില്ല കേട്ടോ. വണ്ടി LXi മോഡലാണ്. അപ്പോൾ 2011 വണ്ടിയാണ്. കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വണ്ടി നോക്കുന്നുണ്ട് എന്നുള്ളവർ എടുത്തോളൂ. ഞാൻ പെട്ടെന്ന് എഞ്ചിൻ റൂം മുൻപാട് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാട്ടോ നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ റൂം കിടക്കുന്നത്. ഇത് ബാറ്ററി റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറേ പഴക്കമായില്ലേ.
ഇത് സോൺ എന്ന് പറഞ്ഞിട്ട് പവർ സോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാറ്ററിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കേട്ടോ അക്രൗണ്ട് കാര്യങ്ങൾ പേസ്റ്റിങ്ങോ അല്ലെങ്കിൽ തട്ടോ മുട്ടോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. രണ്ട് സൈഡത്തെ അക്രൗണ്ടും ഏകദേശം നീറ്റാണ്. ആക്സിഡൻ്റ് ഒന്നുമില്ല കേട്ടോ, അതായത് തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ബോണറ്റ് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും കാണാനില്ല. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലോ പാനലാണെങ്കിലോ ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വളരെ ലോ ബഡ്ജറ്റാണ്, വെറും 98,000 രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത് ഫൈനൽ പ്രൈസ് അല്ല, ഡിസ്കൗണ്ട് ചെയ്ത് തരും കേട്ടോ. വണ്ടി നമുക്ക് എന്താ വെച്ചാൽ അടുത്ത കൊല്ലം ലാസ്റ്റിക്കാണ് റിന്യൂവലൊക്കെ വരിക. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സ്. അപ്പം അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനും അതുപോലെ തന്നെ നമ്മളെ ഫാമിലി പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. പക്ഷേ അധികമായിട്ട് നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിനാണ് വണ്ടി ഉപയോഗിക്കുക. ഇത് മാരുതി സുസുക്കിൻ്റെ ഈക്കോ പറഞ്ഞ മോഡൽ വണ്ടിയാണ് കേട്ടോ. ഈക്കോ എന്ന് പറയുകയാണെങ്കിൽ ഇത് 5 സീറ്റർ വണ്ടിയാണ്. വണ്ടി കിടക്കുന്നത് 2013 2014 രജിസ്റ്റർ ആണ്. ഏകദേശം സെക്കൻഡ് ഓണർ ആണ് വണ്ടി കിടക്കുന്നത്. നിലവിൽ കിലോമീറ്റർ ജസ്റ്റ് 56,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെന്യുവിൻ കിലോമീറ്റേഴ്സാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലൊരു 5 സീറ്റർ വണ്ടി ഇത്ര സ്പേസ് ഉള്ളത് വേണമെന്ന് ആവശ്യമുള്ളവരാണെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ കിടക്കുന്നത്. വണ്ടി ഫുള്ള് കമ്പനി സർവീസാണ്. നമുക്ക് എക്സ്റ്റേണലിൽ തന്നെ വണ്ടി നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. 5 സീറ്റർ ആണ് വണ്ടി. പവർ സ്റ്റിയറിംഗ് ആണ്, AC വരും കേട്ടോ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 2,40,000 രൂപ മാത്രം കേട്ടോ. ഈ 2,40,000 ഏകദേശം 1.25 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ലോണും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലോണായിട്ട് വണ്ടി എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം, റെഡി ക്യാഷ് ഉള്ളവർക്ക് അങ്ങനെ വണ്ടി എടുക്കാം കേട്ടോ. വണ്ടി കാണാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഞാൻ ഇൻറ്റീരിയർ ഭാഗം കൂടി ഒന്ന് വേഗം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇൻറ്റീരിയൽ വരുന്നത്. നമ്മളെ എക്സ്റ്റേണൽ പോലെ തന്നെ ഇൻറ്റീരിയൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് എടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും പ്രിഫർ ചെയ്യണ ഒരു വണ്ടിയാണ് കേട്ടോ. ഏകദേശം സീറ്റ് കവേഴ്സ് ഒന്നും കുഴപ്പമില്ല, നല്ല ജെന്യുവിൻ നല്ല ടോപ്പ് സീറ്റ് കവേഴ്സ് ആണ്. പിന്നെ ബാക്കിലും തന്നെ നമുക്ക് 5 സീറ്റർ വണ്ടിയാണ്. പിന്നെ ബാക്കിൽ നമുക്ക് ഏകദേശം ഇനിയിപ്പോൾ ലഗേജ് കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെ നമുക്ക് വണ്ടി യൂസ് ചെയ്യാം കേട്ടോ. എല്ലാ ഫിനാൻസും എല്ലാ പ്രൈവറ്റ് ഫിനാൻസും അവൈലബിൾ ആണ്. പിന്നെ വണ്ടിയുടെ ടയേഴ്സ് ആണെങ്കിലും തന്നെ ഏകദേശം ഒരു 60-70% ടയേഴ്സ്, ഏകദേശം ഒരു 60% ടയേഴ്സ് ഫ്രണ്ടിലും ഏകദേശം ഒരു 70% ടയേഴ്സ് ബാക്കിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു മീൻസ് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള ആൾക്കാർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. പ്രൈസ് വരുന്നത് 2,40,000 ആണ്. അതിൽ ഒരു 1.25 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ഫ്രണ്ട്സ്. അപ്പോൾ വണ്ടിയുടെ ഈ സൈഡ് ഇതാട്ടോ കിടക്കുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടിയാണ്. വേറെ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. മെക്കാനിക്കൽ പരമായിട്ട് വളരെ ഗുഡ് കണ്ടീഷൻ വെഹിക്കിളാണ്. 56,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെന്യുവിൻ ആണ് കേട്ടോ. സോ താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തത് നമ്മളെ ഈ ഷോപ്പിലെ അടുത്ത ലോ ബഡ്ജറ്റ് വണ്ടിയാണ് കേട്ടോ. വണ്ടി കിടക്കുന്നത് അൾട്ടോ LXi ആണ്. 2011 മോഡൽ വണ്ടിയാണ്. ഏകദേശം സെക്കൻഡ് ഓണറാണ് വണ്ടി ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 80,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നേരത്തെ കാണിച്ച 2011 വണ്ടിക്ക് നമ്മളെ മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വണ്ടിക്ക് ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ജെനുവിന് 80,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ എക്സ്റ്റീരിയൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഡാർക്ക് സ്കൈ ബ്ലൂ കിടക്കുകയാണ് വണ്ടിയുടെ കളറ്. എക്സ്റ്റീരിയൽ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സംഭവം. അപ്പോൾ ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും അൾട്ടോ 800 പ്രിഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഏകദേശം ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1,25,000 രൂപ മാത്രമാണ്. അത് ഫൈനൽ പ്രൈസ് ആണ്. നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കിക്കോളൂ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ ടയേഴ്സ് ആണെങ്കിൽ ഏകദേശം ഒരു 60-65% ടയേഴ്സ് ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. ഏകദേശം ഒരു 70% ടയേഴ്സ് ബാക്കിലും കിടക്കുന്നുണ്ട് കേട്ടോ. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എക്സ്റ്റീരിയൽ പരമായിട്ട്. നമുക്കിനി ഇതിൽ വണ്ടിയുടെ ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ എക്സ്റ്റീരിയർ പോലെ തന്നെ വണ്ടി ഇൻറ്റീരിയലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിൽ പവർ സ്റ്റിയറിംഗ് AC വരുന്ന വണ്ടിയാണ്. നമുക്ക് പവർ വിൻഡോസ് ഒന്നും അവൈലബിൾ അല്ല. സോ ഒരു 2 വീലറിന് 4 വീലർക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ് ആൾട്ടോ. മെയിൻ കാരണം എന്താ വെച്ചാൽ ലോ ബഡ്ജറ്റ് വെഹിക്കിളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാ വർക്ക്ഷോപ്പിലും പാർട്സ് അവൈലബിലിറ്റി ആണ്. പാർട്സിൻ്റെ പ്രൈസ് ഭയങ്കര കുറവാണ്. പിന്നെ നമുക്ക് എല്ലാ ഷോറൂമിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. വണ്ടി കാണാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോ താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. വണ്ടിയുടെ ബാക്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ട് എന്നുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. വണ്ടി ഇവിടെ മങ്കട നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാട്ടോ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത്. വണ്ടി ഏകദേശം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അക്രൗണൊക്കെ നമുക്ക് കറക്റ്റ് അതേ കമ്പനി പേസ്റ്റിംഗ് തന്നെയാണ് വരുന്നത്. ആ സൈഡോ ഈ സൈഡും തന്നെ ഏകദേശം തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടി പഴക്കമുണ്ട്. ഏകദേശം പൈപ്പ് കാര്യങ്ങളൊക്കെ ഈസറ പൈപ്പ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്.
സോ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 800 cc വരുന്ന എഞ്ചിനാണ് വരുന്നത്. അത്യാവശ്യം പവർ ഉണ്ടായിരിക്കും. പിന്നെ ലോങ് ലൈഫ് എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സോ താല്പര്യം ഉണ്ടെന്നുള്ളവർ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. അക്രോണൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ക്യാമറയിൽ ഏകദേശം തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയുടെ പഴക്കത്തിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ മീൻസ് കാഴ്ചയിലുള്ള ഒരു മങ്ങൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഏകദേശം ഓക്കെ ആണ്. സോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ലോ ബഡ്ജറ്റിൽ ഒരു അടുത്ത അൾട്ടോ വണ്ടി. ഫ്രണ്ട്സ്, അപ്പം അടുത്തത് നമ്മളെ ഈ ഷോറൂമിലുള്ള അടുത്ത സ്വിഫ്റ്റ് ആണ് കേട്ടോ. നമ്മൾ മുന്നേ ഒരു സ്വിഫ്റ്റ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വണ്ടി സ്വിഫ്റ്റ് VD ആണ് കേട്ടോ വരുന്നത്. VD പറയുമ്പോൾ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 2013 മോഡൽ വണ്ടിയാണ്. ഇതിൻ്റെ കിലോമീറ്റർ ഏകദേശം 1,05,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അത് ജെന്യുവിൻ കിലോമീറ്റേഴ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഓണർഷിപ്പ് വരുന്നത് ഏകദേശം 3rd ഓണറാണ് കേട്ടോ വരുന്നത്. അതായത് ഏകദേശം 3 ഓണർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എടുക്കാൻ പോകുന്ന ഓണർ 4ാമത്തെ ഓണറായിരിക്കും. എന്നിരുന്നാലും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ കാണാൻ. VDI ഓപ്ഷനാണ്, അതായത് ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് അടിയത്തെ ഓപ്ഷനാണ് വരുന്നത്. ടയേഴ്സും കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. ഏകദേശം ഒരു 70-75% ടയേഴ്സ് വരുന്നുണ്ട് രണ്ട് സൈഡിലും, രണ്ട് ഫ്രണ്ട് സൈഡിലും. അതുപോലെ തന്നെ ബാക്ക് സൈഡിലാണെങ്കിലും ഏകദേശം ഒരു 75-80% ബാക്ക് സൈഡിൽ ടയേഴ്സ് അവൈലബിൾ ആണ്. വണ്ടി വൈറ്റിലാകുകൊണ്ട് തന്നെ കാണാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഡീസൽ എഞ്ചിൻ വരുന്നത് 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. നല്ല പവറും കാര്യങ്ങളൊക്കെയാണ്. ഡീസൽ എഞ്ചിൽ ഏകദേശം നമുക്കൊരു 22-23 കിലോമീറ്റർ മൈലേജ് നമുക്ക് എന്തായാലും കിട്ടും. KL 60 വണ്ടി കിടക്കുന്നത്. എക്സ്റ്റീരിയൽ നോക്കുകയാണെങ്കിൽ വേറെ കാര്യങ്ങളോ മീൻസ് തട്ടോ മുട്ടോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിക്കില്ല. ഈ വണ്ടിക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഏകദേശം 3rd ഓണറാണ്. ഇവർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3,60,000 ആണ്. പക്ഷേ നമുക്ക് ഒരു ഓഫർ പ്രൈസ് എന്ന നിലയ്ക്ക് നമുക്കൊരു 10,000 രൂപ ഡിസ്കൗണ്ടിൽ 3,50,000 രൂപയ്ക്ക് ഈ വണ്ടി നമുക്ക് നിങ്ങൾക്ക് കൊണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഇനി ചെയ്യുമോ എന്നുള്ളത് നിങ്ങൾ വന്നിട്ട് ചോദിച്ചു നോക്കിക്കോളൂ. സോ എന്തായാലും നമ്മൾ പൈസ ഇറക്കിയതിനുള്ള മുതൽ ഈ വണ്ടിക്ക് ഉണ്ട് കേട്ടോ. ഇൻറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് ലെതർ ഫിനിഷ് ഉള്ള ഒരു ഇൻറ്റീരിയലൊക്കെ അവർ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. സോ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എക്സ്റ്റീരിയർ പോലെ തന്നെ ഇൻറ്റീരിയൽ കണ്ടില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ വണ്ടിയുടെ ഇൻറ്റീരിയൽ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സീറ്റ് കവേഴ്സിൻ്റെ കളറാണ് കേട്ടോ അത്. ഏകദേശം ഒരു ലെതർ ഫിനിഷ് വരുന്നത്. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല. ഏകദേശം 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ എഞ്ചിനും കാര്യങ്ങളും തന്നെ പക്കയാണ് കേട്ടോ. പക്ക എഞ്ചിനാണ്. നിങ്ങൾ എടുക്കുന്നവർ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും കരുതൊന്നും വേണ്ട. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കസ്റ്റമർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം 3,50,000 വണ്ടിയുടെ റേറ്റ്. പക്ഷേ നമുക്ക് ഫിനാൻസ് ആയിട്ട് ഏകദേശം 2,50,000 മുതൽ 2,70,000 രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ്. അത് എല്ലാ ബാങ്കും അവൈലബിൾ ആട്ടോ. പിന്നെ ചിലവർക്ക് ബാങ്കിലെ ഫിനാൻസ് ചിലപ്പോൾ സിബിൽ സ്കോർ കാരണം കിട്ടാണ്ടിരിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ പ്രൈവറ്റ് ഫിൻസർവും പ്രൈവറ്റ് ആയിട്ടുള്ള ഫിനാൻസും അവൈലബിൾ ആണ്. സോ വണ്ടി ഒരു വൈറ്റിൽ നല്ലൊരു അടിപൊളി ബ്യൂട്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ്. അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് റോഡ് സൈഡിലാണ് വണ്ടി നിൽക്കുന്നത് കൊണ്ടാണ്. വണ്ടി നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് വാഷിങ്ങും പോളിഷും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വണ്ടി തരിക കേട്ടോ. സോ പേഴ്സണലി സ്വിഫ്റ്റ് ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. വണ്ടി റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ വണ്ടിയുടെ ബോഡിക്കോ കാര്യങ്ങൾക്കോ യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് എൻക്വയറി ചെയ്തോളൂ, വിളിച്ചോളൂ. ഞാൻ പെട്ടെന്ന് എഞ്ചിൻ റൂമും പാടെ ഒന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതായിട്ട് നമ്മളെ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത് നമ്മുടെ DDIS എഞ്ചിനാണ്, ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. പിന്നെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് അക്രോണൊക്കെ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നമ്മുടെ പേസ്റ്റിങ്ങോ കണ്ടില്ലേ, പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കോ യാതൊരുവിധ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബാറ്ററി നമ്മൾ പുതിയ ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. SF സോണിക്ക് പറഞ്ഞ ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബോണറ്റ് ആണെങ്കിലും റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആ സൈഡത്തെ അക്രോണാണെങ്കിലും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വണ്ടി മനസ്സിലായിരിക്കുന്നുണ്ടാവും അല്ലേ. ഇത് നമ്മളെ ഏസറെ പൈപ്പ് വരുന്നതാണ്. വണ്ടിയുടെ അക്രോണും കാര്യങ്ങളും ഉണ്ടല്ലോ. പേസ്റ്റിങ് കാര്യങ്ങൾക്കോ യാതൊരുവിധ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെ പാനൽ വരികയാണെങ്കിലും പാനൽ നമ്മളെ വണ്ടിയുടെ ഓൾറെഡി ഉള്ള പാനൽ തന്നെയാണ് കേട്ടോ. മീൻസ് തട്ടോ മുട്ടോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഷോപ്പിൽ വേണമെങ്കിൽ പുറത്ത് കൊണ്ടുപോയിട്ട് വണ്ടി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് 100% ഓക്കെ ആണെങ്കിൽ വണ്ടി എടുത്തോളൂ. പിന്നെ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ ഫിനാൻസ് സൗകര്യമൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വിളിക്കണം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ ഷോപ്പിലെ അടുത്ത ലോ ബഡ്ജറ്റ് വെഹിക്കിൾസ് ആണ് ഈ അൾട്ടോ 800 കേട്ടോ. ഇത് 800 അല്ല, അൾട്ടോ LXi ആണ് കേട്ടോ. ഇത് വരുന്നത് 2010 മോഡലാണ്. ഇതിൽ പവർ സ്റ്റിയറിംഗ് വരില്ല, നമ്മളെ AC വരും. 3rd ഓണർഷിപ്പിലാണ് കേട്ടോ വണ്ടി കിടക്കുന്നത്.
ഏകദേശം 80,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല വൈറ്റ് കളേഴ്സിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടക്കുന്ന വണ്ടിയാണ്. ഏകദേശം 80,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പിന്നെ വണ്ടിയിൽ ഒരു പ്രശ്നം എന്താ പറയുകയെന്ന് വെച്ചാൽ വണ്ടിയുടെ മെയിൻ ഗ്ലാസ് വന്നിട്ട് നമുക്ക് റീപ്ലേസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ പറ്റിയിട്ട് റീപ്ലേസ് ആയതല്ല. ഞാൻ എൻജിൻ റൂമും അക്രോണും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം. സ്വാഭാവികമായിട്ട് കാലപ്പഴക്കം ഉണ്ടല്ലോ, 2010 വണ്ടിയാണ്, ഇപ്പോൾ 2025 ആയില്ല. ഏകദേശം 15 കൊല്ലത്തിൻ്റെ ഏകദേശം ഒരു പഴക്കം മാത്രമേ വണ്ടിയിൽ കാണാനുള്ളൂ. സോ ലോ ബഡ്ജറ്റിൽ വണ്ടി ആഗ്രഹിക്കുന്നുള്ളവർ അല്ലെങ്കിൽ ലോ ബഡ്ജറ്റിൽ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. സോ ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 1,00,000 രൂപയാണ് കേട്ടോ. ഫൈനൽ പ്രൈസായിട്ട് 1,00,000 രൂപ. ഇനി എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഇനി ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇത് മാക്സിമം ഞാൻ ചവിട്ടി പിടിച്ചിട്ട് വാങ്ങിയ റേറ്റാണ്. 2010 വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആകെ മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു പൈസ ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡയറക്റ്റ് ഒന്ന് ഷോപ്പ് ഓണറായിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. സോ ഇത് പവർ സ്റ്റിയറിംഗ് വരാത്ത മോഡലാണ്, AC ഒക്കെ ഉണ്ട്. സോ ബഡ്ജറ്റ് ഫ്രീ വണ്ടിയാണ്. 1,00,000 രൂപയാണ് നെറ്റ് പ്രൈസ് ഇവർ ചോദിക്കുന്നത്. താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ പെട്ടെന്ന് ഇൻറ്റീരിയലും അതുപോലെ തന്നെ എൻജിൻ റൂമും അക്രോണും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം. ഫ്രണ്ട്സ് ഇതാട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഇൻറ്റീരിയൽ വരുന്നത്. ഇൻറ്റീരിയൽ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം പുതിയ സീറ്റ് കവേഴ്സ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല റെഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന സീറ്റ് കവേഴ്സാണ്. വണ്ടി കുഴപ്പമില്ല കേട്ടോ, മീൻസ് ഇത്ര പഴക്കമുണ്ടെന്നുണ്ടെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ കസ്റ്റമർ യൂസ് ചെയ്തിട്ടുണ്ട്. 3rd ഓണർഷിപ്പാണ്. ഏകദേശം 80,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കേട്ടോ. അൾട്ടോ എഞ്ചിൻ 80,000 നമ്മൾ പഠിക്കുന്നതും അല്ലെങ്കിൽ ചെറിയൊരു ഫാമിലിക്കൊക്കെ ഏറ്റവും നല്ല പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. സോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ പെട്ടെന്ന് എഞ്ചിൻ റൂമും അക്രോണൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ് അപ്പോൾ ഇതാട്ടോ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത്. അതായത് കാലപ്പഴക്കത്തിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വേറെ അക്രോണോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഏകദേശം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ വണ്ടിക്ക് എടുക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങൾ പ്രിഫർ ചെയ്യണ ഒരു ഷോപ്പിൽ പോയിട്ട് വണ്ടി കാണിച്ചു കൊടുക്കുക. എഞ്ചിൻ്റെ സൗണ്ട് കാര്യങ്ങൾ, പിന്നെ എഞ്ചിൻ സ്മോക്ക് വരുന്ന കാര്യങ്ങൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാനുണ്ട്. കാരണം കാലപ്പഴക്കമായ വണ്ടിയാണ്. നിങ്ങൾ ഒന്ന് പഠിച്ച് ലെവലാവാൻ, അത് കയ്യൊന്ന് തെളിയാൻ വേണ്ടി എടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ സോ ചാടി കയറിയിട്ട് വണ്ടി എടുക്കാണ്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വണ്ടി എടുക്കാം കേട്ടോ. സോ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ബഡ്ജറ്റ് ഫ്രീ വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ വേറൊരു കാര്യം തന്നെ ഉണ്ട്. ഇപ്പോൾ എത്രയൊക്കെ ബഡ്ജറ്റ് ഫ്രീ വണ്ടി ആണെങ്കിലും അല്ലെങ്കിൽ ഇനി ഓഫർ പ്രൈസിൽ വണ്ടി കിട്ടുകയാണെങ്കിലും നിങ്ങൾ പേഴ്സണലി വണ്ടി എടുക്കുമ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വണ്ടി എന്നല്ല, എത്ര പ്രീമിയം വണ്ടി എടുക്കുകയാണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് എഞ്ചിൻ ചെക്കും കാര്യങ്ങളും പറ്റുകയാണെങ്കിൽ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തോളുണ്ട് കേട്ടോ. അതിനൊന്നും എടുക്കാൻ മടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അപ്പോൾ എന്തായാലും വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് എടുത്തോളൂ. ഇവിടെ അക്രോണോ കാര്യങ്ങളോ പേസിങ്ങോ കാര്യങ്ങൾക്കൊന്നും പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. കാലപ്പഴക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും മാത്രമേ വന്നിട്ടുള്ളൂ വണ്ടിയിൽ. പിന്നെ ബോണറ്റ് ആണെങ്കിൽ തന്നെ ഫസ്റ്റ് വന്ന ബോണറ്റാണ്, വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും അല്ല. സോ നിങ്ങൾ എന്തായാലും ഇത് ഫിനാൻസ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. സോ ലോ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഷോപ്പിനായിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഫ്രണ്ട്സ് ഏകദേശം അപ്പോൾ നമുക്ക് അടുത്ത ലക്ഷം നമുക്കറിയാം. സാധാരണ നമുക്കൊരു ഏകദേശം ഒരു 18 to 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടും. അത് എപ്പോഴായാലും കിട്ടും. സോ അത് എങ്ങനത്തെ പർപ്പസ് ആണെങ്കിലും മാക്സിമം ഒരു 16-18 കിട്ടും നമ്മൾ എങ്ങനെ ഓടിക്കുകയാണെങ്കിലും. സോ വണ്ടി എക്സ്റ്റേണലായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വണ്ടി അൾട്ടോ 800 ആണ് വരുന്നത്. നമ്മൾ കുറച്ചും കൂടി നല്ലൊരു ക്വാളിറ്റി വണ്ടി നോക്കണം, അല്ലെങ്കിൽ വീട്ടിലേക്ക് അങ്ങനത്തെ ഒരു പർപ്പസിന് ഒരു 5 ആൾക്ക് പറ്റിയ ഫാമിലിക്ക് പറ്റിയ ചെറിയ വണ്ടി നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി പ്രിഫർ ചെയ്യാവുന്നതാണ്. ഈ വണ്ടി കിടക്കുന്നത് 2016 മോഡലാണ് കേട്ടോ. ഏകദേശം 2nd ഓണറാണ്. നല്ല ഡിമാൻഡ് കളറാണ് കേട്ടോ. വൈറ്റും അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡാർക്ക് ഗ്രേ കളർ എന്ന് തന്നെ പറയാം. വണ്ടി കിടക്കുന്നത് ഏകദേശം 75,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ തട്ടോ മുട്ടോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കിടക്കുന്നില്ല. നല്ല പുതുപുത്തൻ ഏകദേശം ഒരു 90-95 അങ്ങനെ തന്നെ പറയാം, ഒരു 98% പുതുപുത്തൻ ടയേഴ്സ് ആട്ടോ. 4 ടയേഴ്സും വണ്ടിയിൽ കിടക്കുന്നത്. ഇതിന് ഫിനാൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് 2,50,000 രൂപ മാത്രം കേട്ടോ. ഇത് ഫൈനൽ പ്രൈസ് അല്ല. നിങ്ങൾ എന്തായാലും നമ്മളെ കസ്റ്റമറാണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ ഫോളോവേഴ്സാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഡിസ്കൗണ്ടും ചെയ്തു തരും. 2,50,000 നിങ്ങൾക്ക് ഏകദേശം 2 ലക്ഷം മുതൽ, അതായത് ഫിനാൻസ് കിട്ടാൻ നല്ല അത്യാവശ്യം നല്ലൊരു മീൻസ് സ്റ്റാറ്റസ് ഒരു ഫോളോ അപ്പ് ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം മുതൽ 2,75,000 രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ്. ഇത് അൾട്ടോ LXi എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ 800cc എഞ്ചിനാണ് വരുന്നത്. ഒരു 18 to 22-23 കിലോമീറ്റർ മൈലേജ്, 22 കിലോമീറ്റർ മൈലേജ് മാക്സിമം നമുക്ക് 20 കിലോമീറ്റർ മൈലേജ് എന്തായാലും നമുക്ക് ഉറപ്പിക്കാം. പിന്നെ പവർ സ്റ്റിയറിങ്, AC,
പിന്നെ അപ്പോൾ ലോൺ വരുന്നത് ഏകദേശം നമുക്ക് 2,50,000 വണ്ടി റേറ്റ് വരുന്നത്. നമുക്ക് ലോൺ 2 ലക്ഷം മുതൽ 2,70,000 വരെ ലോൺ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നല്ല ട്രാക്കിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2,70,000 തന്നെ ഫുള്ള് ലോൺ നമുക്ക് കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏകദേശം ഇൻറ്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയലിൻ്റെ പോലെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അടിപൊളി സീറ്റ് കവേഴ്സാണ്, ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് സീറ്റ് കവേഴ്സാണ് വരുന്നത്. ഇത് AC പവർ സ്റ്റിയറിങ് അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. സോ നമ്മളെ ഫാമിലീസിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ. നല്ല ലോ ബഡ്ജറ്റിൽ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി വണ്ടി നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. വണ്ടി നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. പുതുപുത്തൻ ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വണ്ടിയിൽ കിടക്കുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ, നമ്മളെ ഷോപ്പിനെ കോൺടാക്ട് ചെയ്തോളൂ, അവൈലബിൾ ആണ്. പിന്നെ ഫൈനൽ പ്രൈസ് അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് എൻക്വയറി ചെയ്തോളൂ, അവർ സംസാരിച്ചോളൂ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചുകൂടി ഡിസ്കൗണ്ട് അവർ ചെയ്ത് തരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. സോ താല്പര്യമുള്ളവർ എന്തായാലും വണ്ടി ഒന്ന് വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുത്തോളൂ. ഞാൻ എന്തായാലും വണ്ടിയുടെ എൻജിൻ റൂമും കാര്യങ്ങളൊന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാട്ടോ വണ്ടിയുടെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഏകദേശം ബാറ്ററി മാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. പവർ സോണിൻ്റെ ബാറ്ററിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ അക്രോണോ കാര്യങ്ങളോ ഒരു തട്ടോ മുട്ടോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ പേസ്റ്റിംഗ് ആണെങ്കിലും അതുപോലെ തന്നെയാണ് കേട്ടോ ഒക്കെ കിടക്കുന്നത്. വീഡിയോയിൽ ക്ലിയർ ആണെന്ന് തോന്നുന്നുണ്ട്. അത് അക്രോണോ കാര്യങ്ങളോ ഹിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പേസ്റ്റിങ്ങിന് കാര്യങ്ങൾ യാതൊരുവിധ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. വീഡിയോയിൽ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. സോ ഫാമിലി യൂസിന് പറ്റിയ ഒരു നല്ല ഗുഡ് കണ്ടീഷൻ വെഹിക്കിളാണ്. KL10 AW മലപ്പുറം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. സോ വണ്ടിയുടെ നമ്പറൊക്കെ നിങ്ങൾക്ക് തന്നെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ വീഡിയോയിൽ താല്പര്യമുള്ളവർ ഹിസ്റ്ററി എടുത്തോളൂ, ചെക്ക് ചെയ്തോളൂ, പോന്നോളൂ. 4 പുതുപുത്തൻ ടയേഴ്സാണ്. ഏകദേശം 2,50,000 പറയുന്നത്. അത് ഫൈനൽ പ്രൈസ് അല്ല, നെഗോഷ്യബിൾ ചെയ്യും. പിന്നെ ഏകദേശം നമുക്ക് 2 ലക്ഷം മുതൽ 2,70,000 വരെ നമുക്ക് ലോണും അവൈലബിൾ ആണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്ന വണ്ടി ഒരു അൾട്ടോ LXi ആണ്. അതായത് 800cc എഞ്ചിനാണ് കേട്ടോ വണ്ടി വരുന്നത്. ഇതിന് സെക്കൻഡ് കീയും സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല ഒരു വൈറ്റ് കളറ് അൾട്ടോയ്ക്ക് അത് നല്ല എൻക്വയറി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കസ്റ്റമർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. വേറെ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല, സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. ഏകദേശം 57,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അത് ജെനുവിൻ കിലോമീറ്റേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, എടുക്കാം. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 2,30,000 രൂപ മാത്രമേ ഉള്ളൂ. ഈ 2,30,000 രൂപത്തിൽ 2 ലക്ഷം രൂപ മുതൽ 2,20,000 രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ് കേട്ടോ ഗൈസ്. സോ 2015 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. എക്സ്റ്റേണൽ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കേട്ടോ. KL52 പട്ടാമ്പിയിലാണ് വണ്ടി കിടക്കുന്നത്. പൊതുവേ ഈ ഡാർക്ക് ഗ്രേക്കും വൈറ്റിനും നല്ല എൻക്വയറീസും നല്ല കസ്റ്റമേഴ്സും ഡിമാൻഡ് ചെയ്യണ വണ്ടി, ആസ്ക് ചെയ്യണ വണ്ടിയാണ്. സോ എക്സ്റ്റേണൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ അത്രയും 100% പറയാം, തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ ടയേഴ്സ് കിടക്കുന്ന ഏകദേശം ഒരു 50-60% ടയേഴ്സ് ബാക്ക് സൈഡിൽ കിടക്കുന്നുണ്ട്. ഏകദേശം ഒരു 55-60% ഫ്രണ്ട് ടയറും ഉണ്ട് കേട്ടോ. സോ ഞാൻ പെട്ടെന്ന് ഇൻറ്റീരിയലും അതുപോലെ തന്നെ എൻജിൻ റൂമും ഒന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ എക്സ്റ്റീരിയർ പോലെ തന്നെ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ വണ്ടി ഇൻറ്റീരിയലും സൂക്ഷിച്ചിട്ടുള്ളത്. ഏകദേശം സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരാൾ യൂസ് ചെയ്ത് ഏകദേശം എത്ര പഴക്കം വരും അത്ര തന്നെ വണ്ടിയിൽ പറ്റിയിട്ടുള്ളൂ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഏകദേശം ഒരു ബ്ലാക്ക് ആൻഡ് റെഡിലുള്ള സീറ്റ് കവേഴ്സാണ് വന്നിട്ടുള്ളത്. സോ വണ്ടി AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ് കേട്ടോ. സോ ഒരു വീട്ടിലോട്ട് പറ്റിയ ഏകദേശം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സോ 5 ആൾക്ക് പറ്റിയ ഒരു ചെറിയ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. സോ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്മളെ മങ്കട അവൈലബിൾ ആണ് കേട്ടോ വണ്ടി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഷോറൂം വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിസിറ്റ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓടിച്ച് നോക്കിയിട്ട് ഡ്രൈവ് ചെയ്തിട്ട് മാത്രം വണ്ടി എടുത്താൽ മതി. ഓക്കെ, ഞാൻ പെട്ടെന്ന് എൻജിൻ റൂം കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ 2015 ആണെങ്കിലും എൻജിൻ റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനിലാട്ടോ ഉള്ളത്. ഏകദേശം അക്രോണോ കാര്യങ്ങളോ പേസ്റ്റിങ്ങോ ഒക്കെ ഏകദേശം ഓക്കെ ആണ്. വേറെ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഏകദേശം വ്യക്തമായിട്ട് തന്നെ അറിയാമല്ലോ, പേസ്റ്റിങ് കാര്യങ്ങളൊന്നും വേറെ തട്ടോ മുട്ടോ ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡത്തെ അക്രോൺ ആണെങ്കിലും ഏകദേശം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ എഞ്ചിൻ വരുന്നത് 800cc എഞ്ചിനാണ് വരുന്നത്. വണ്ടി സെൻട്രൽ ലോക്കാണ് കേട്ടോ. അതാണ് ഇപ്പോൾ നമ്മൾ തൊട്ടപ്പോൾ ഏകദേശം സൗണ്ട് കാര്യങ്ങളൊക്കെ വന്നത്. സോ നിങ്ങൾ എക്സ്റ്റീരിയലാണെങ്കിലും ഇൻറ്റീരിയലാണെങ്കിലും എഞ്ചിൻ റൂം ആണെങ്കിലും പിന്നെ ബോണറ്റിലോട്ട് വരികയാണെങ്കിൽ ബോണറ്റ് ആണെങ്കിലും വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ. സോ നിങ്ങൾ ഫാമിലി യൂസിന് പറ്റിയ ഒരു നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതിലേറ്റവും ഒന്നാണ് ഈ 2015 മോഡൽ പട്ടാമ്പി രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ.
ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് കിടക്കുന്നത് നമ്മളെ ഹുണ്ടായുടെ ഇയോൺ വണ്ടിയാട്ടോ. അതായത് ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയാണ്. എൻ്റെ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യണ എൻ്റെ വണ്ടി ഇതേ വണ്ടിയാണ്, ഇയോണ് മാഗ്ന പ്ലസ് ആണ് കേട്ടോ. സോ ഇതും ഇയോണ് മാഗ്ന പ്ലസ് ആണ്. ഇത് വരുന്നത് 2013 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. ഏകദേശം 3rd ഓണർഷിപ്പാണുള്ളത്. 72,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഫുള്ള് സർവീസും കമ്പനി സർവീസാണ് കേട്ടോ 72,000 കിലോമീറ്ററിൽ. അപ്പോൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ ലോ ബഡ്ജറ്റിൽ ഒരു ചെറിയ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഇയോണ്. നമ്മൾ അൾട്ടോനെ പോലെ തന്നെ മീൻസ് ഡിമാൻഡ് ഇത്തിരി കുറവാണെങ്കിലും നമുക്ക് ലോ മെയിൻ്റനൻസും അതുപോലെ തന്നെ ഏകദേശം ഒരു 18 to 20 വരെ മൈലേജും കിട്ടുന്ന വണ്ടിയാണ് ഇയോണ് മാഗ്ന പ്ലസ് ഹുണ്ടായുടെ. ഇതിൽ 72,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഫുള്ള് സർവീസ് അവൈലബിൾ ആണ്. ഇതിനും തന്നെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഏകദേശം ഒരു 80-85% ടയേഴ്സ് കേട്ടോ. 4 ടയേഴ്സും ആണെങ്കിലും 80-85% ടയേഴ്സ് അവൈലബിൾ ആണ്. സോ ചെറിയൊരു ബഡ്ജറ്റിൽ കാറ് നോക്കുന്നുണ്ട് ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് മാഗ്ന പ്ലസ് ആണ്. ഇയോണിൻ്റെ കുറേ വേരിയൻ്റ് അവൈലബിൾ ആണ്. ഇറ പ്ലസ് ഉണ്ട്, മാഗ്ന പ്ലസ് ഉണ്ട്, പിന്നെ ഡെൽറ്റ പ്ലസ് ഉണ്ട്, പിന്നെ ഇയോണ് മാഗ്ന ഉണ്ട്, ഇയോണ് പിന്നെ ഡിലൈറ്റ് ഉണ്ട്. അങ്ങനെ കുറേ വേരിയൻ്റ് ഉണ്ടോ. മാഗ്ന പ്ലസ് വരുമ്പോൾ നമുക്ക് AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, ബാക്ക് ഡോർ പവർ വിൻഡോ വരുന്നില്ല. പിന്നെ ഫ്രണ്ട് സൈഡിലോട്ട് വരികയാണെങ്കിലും ടയേഴ്സൊക്കെ പുതുപുത്തൻ ടയേഴ്സാണ്. പിന്നെ ഏകദേശം അലോയ് ഫിനിഷ് പോലുള്ളൊരു വീൽ കപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അലോയ്സ് അല്ല, വീൽ കപ്പാണ് കേട്ടോ. സോ പെട്ടെന്ന് ഞാൻ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ എഞ്ചിൻ റൂം കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. യൂസ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ലോ മെയിൻ്റനൻസ് ആട്ടോ. നമുക്ക് കൊണ്ടു നടക്കാൻ വളരെ അൾട്ടോനെ പോലെ തന്നെ ലോ മെയിൻ്റനൻസ് ആണ്. പാർട്സിൻ്റെ അവൈലബിലിറ്റി മീൻസ് ഷോറൂമിൽ നമ്മളിപ്പോഴും പാർട്സ് അവൈലബിൾ ആണ്. പിന്നെ എല്ലാ മെക്കാനിക്കൽ ഷോപ്പിലാണെങ്കിലും വണ്ടിയുടെ പണി അവർക്ക് എടുക്കാൻ അറിയും. സോ ലോ ബഡ്ജറ്റിലൊരു ഇയോൺ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പ്രിഫർ ചെയ്തോളൂ, ഒന്ന് എൻക്വയറി ചെയ്തോളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഇയോണിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ ഇൻറ്റീരിയർ നീറ്റാണ് കേട്ടോ. വെറുതെ പറയല്ല, അത്യാവശ്യം നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. സീറ്റ് കവേഴ്സ് കമ്പനി ഇൻബിൽട്ട് സീറ്റാണ് വരുന്നത്. നമുക്ക് സീറ്റ് കവർ ഏകദേശം ഒരു 2,000-2,500-3,000 രൂപ സീറ്റ് കവറിന് വരും. അത് നിങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. ഏകദേശം കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ വണ്ടിയുടെ ഇൻറ്റീരിയൽ കാണാൻ. സോ ഇത് വരുന്നത് നമ്മളെ AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് എഞ്ചിൻ റൂം ഒന്ന് കാണിച്ചു തരാം. ഇതാട്ടോ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത്. നമ്മൾ അൾട്ടോനെ പോലെയല്ല, നമ്മളെ ഇയോണിൻ്റെ എഞ്ചിൻ റൂം കുറച്ച് ചെറുതാണ്. ഇത് 800cc എഞ്ചിനാട്ടോ വരുന്നത്. ഇയോണ് പല വേരിയൻ്റ് അവൈലബിൾ ആണ്. 1000cc ഉണ്ട്, 800cc ഉണ്ട്. പക്ഷേ ഇത് 800cc എഞ്ചിനാണ് വരുന്നത്. പിന്നെ അക്രോണോ കാര്യങ്ങളൊക്കെ പേസ്റ്റിംഗ് ഒന്നും കുഴപ്പമില്ല. തട്ടോ മുട്ടോ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല. ഏകദേശം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ വണ്ടി. പിന്നെ ഒരു പവർ സോണിൻ്റെ ഒരു പുതിയ ബാറ്ററി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാറ്ററി മാത്രം റീപ്ലേസ്. ഫ്രണ്ട്സ്, ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അക്രോണും സൈഡൊക്കെ ഓക്കെ ആണ് കേട്ടോ. സോ താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. 800cc എഞ്ചിനാണ് ഇയോണ്. നമ്മളെ ഷോപ്പിലെ ഏറ്റവും വില കുറഞ്ഞ വണ്ടിയാണ് കേട്ടോ. KL 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിൽ കിടക്കുന്ന എല്ലാവരും ഡിമാൻഡ് ചെയ്യണ ഒരു 800 കൈ തെളിയാനും അല്ലെങ്കിൽ ഓട്ടി പഠിക്കാനോ ചെറിയ ഫാമിലി പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റിയ 800 മാരുതി 800. ഇതിൽ AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നില്ല. 2008 മോഡലാണ്. MPFI എഞ്ചിനാട്ടോ. കാർബറേറ്റർ എഞ്ചിനുണ്ട്, MPFI എഞ്ചിനുണ്ട്. അത്യാവശ്യം നല്ലത് MPFI എഞ്ചിനാണ്. 5 സ്പീഡ് വരുന്ന എഞ്ചിനാണ്. ഏകദേശം വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഏകദേശം ഒരു 2028 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഫിനാൻസോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ചോദിക്കുന്ന പ്രൈസ് നല്ലൊരു ഓഫർ പ്രൈസാണ്. വെറും 71,000 രൂപ മാത്രമാണ് കേട്ടോ വണ്ടിക്ക് ചോദിക്കുന്നത്. അതിനി സംസാരിക്കുകയാണെങ്കിൽ വേറൊരു 1000 രൂപ കൂടി കമ്മിയാക്കി തരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നിങ്ങൾക്ക് 71,000 രൂപയ്ക്ക് ഫാമിലിക്ക് പറ്റിയ ഒരു MPFI എഞ്ചിനാണ് മാരുതി 800. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ, വിളിച്ചോളൂ. ഫിനാൻസോ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല കേട്ടോ, റെഡി ക്യാഷാണ്. ഞാൻ പെട്ടെന്ന് എഞ്ചിൻ റൂം കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാട്ടോ നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത്. കാലപ്പഴക്കത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ അക്രോണോ കാര്യങ്ങളോ പേസ്റ്റിങ്ങൊക്കെ നമുക്ക് നേരെ അറിയാണ്ടില്ലേ. വേറെ തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. എഞ്ചിനോ കാര്യങ്ങളോ മീൻസ് തുരുമ്പോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ബോഷിൻ്റെ ഒരു അഡീഷണൽ എക്സ്ട്രാ ആഡ് ചെയ്തൊരു ബാറ്ററിയാണ് വണ്ടിയിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ട് ഈ എടുത്ത പേസ്റ്റിംഗ് ആണെങ്കിലും തന്നെ ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോ ലോ ബഡ്ജറ്റിൽ ഓട്ടി തെളിയാൻ പറ്റിയൊരു വണ്ടിയാണ്. സോ താല്പര്യമുള്ളവർ വിളിച്ചോളൂ. വെറും 71,000 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. എക്സ്റ്റീരിയർ പോലെ തന്നെ ഇൻറ്റീരിയലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഒരു ലെതർ ഫിനിഷിംഗ് ഉള്ള ഒരു അടിപൊളി സീറ്റ് കവറാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. വളരെ നീറ്റാണ് കേട്ടോ കാണാൻ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോ ബഡ്ജറ്റിൽ ഫാമിലിയിലോ അല്ലെങ്കിൽ ഓടിച്ച് പഠിക്കാനോ അങ്ങനെ ഉള്ളവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. സോ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ എപ്പോഴെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ
അവരെന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുകൊണ്ടു, നമ്മളെ കൂടെ കൂടുകൊണ്ടു. നമ്മൾ ഇതുപോലെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള വണ്ടികളുടെ ഷോപ്പുകൾ ഇനിയും പരിചയപ്പെടുന്നതായിരിക്കും, 2 വീലേഴ്സും 4 വീലേഴ്സും. ഇനി ഇപ്പോൾ വണ്ടി നോക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക്